എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മത്തി വാങ്ങിച്ചു, ചെറിയ മത്തിയില്ലേ, അത് 1 കിലോ. അത് പറ്റിക്കാൻ പോവാം. എല്ലാം വെട്ടി ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുത്തേ. കണ്ടേ, ഉള്ളി, പിന്നെ എരിവുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. മാങ്ങ ഇട്ടാണ് പറ്റിക്കുന്നത്. കടയിൽ പോയി മാങ്ങ വാങ്ങിച്ചു. കണ്ടേ, അതും അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. തേങ്ങാപ്പീര, തേങ്ങാപ്പീര, ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. കണ്ടോ, തേങ്ങാപ്പീര എല്ലാം റെഡിയാക്കി മൂടി വെക്കട്ടെ. എല്ലാം അരിഞ്ഞ് റെഡിയാക്കി. ഇനിയേ ഞാൻ പോയി പാത്രം ചൂടാക്കട്ടെ. കാരണം അടുപ്പത്ത് വെച്ചു. നല്ലോണം ഉള്ളിയൊക്കെ ഇട്ട, ഉള്ളിയും നല്ലോണം തേങ്ങാപ്പീര ഇടുന്നുണ്ട്. ഇപ്പോൾ റെഡിയാക്കട്ടെ. നല്ല പുളി ഇടിക്കുക, നല്ല പച്ചമാങ്ങ, പിന്നെ എൻ്റെ കറിവേപ്പില, 4 കറിവേപ്പില കഴുകിയിട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ ഇച്ചിരി മല്ലിയിലയും കൂടെ, ശകലം മല്ലിയിലയും കൂടെ ഇടും, അതും ഒരെണ്ണം. ഇനിയേ തീ കത്തിക്കട്ടെ. തീ കത്തിച്ചു. വെള്ളമാണ്, കഴുകി വെച്ചേ ഉള്ളൂ. വെള്ളം ഒന്ന് പോട്ടെ, ഞാനുണ്ടോ വെള്ളത്തിന് മയമാണ്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തീരാറായി. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. വില കൂടുതലാണ്, 200 സംതിങ് വിലയാണ് 1 ലിറ്ററിന്. 1/2 ലിറ്റർ പോയി വാങ്ങും. ഇതിനകത്ത് തീപ്പണം വരെ എത്തും. ചൂടാകട്ടെ പാത്രം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കടുക് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ചൂടായി വരുന്നുണ്ട്. ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് ഇനി വെളിച്ചെണ്ണയുടെ കുപ്പിയൊന്ന് ഒഴിക്കിട്ട് തുറക്കട്ടെ. ഓക്കെ, എണ്ണമയം പോയി. ഇനി കണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടാകട്ടെ. എന്നിട്ട് കടുകിടാം. എണ്ണയെ ചൂടായി. ഇനി കടുക് ഇട്ടെ. കടുകിട്ട് ഇച്ചിരി ഇട്ടെ, പോരാ, ഇത്ര ഇട്ടേക്ക്. ഓക്കെ, ഇട്ട് അടച്ചു നോക്കട്ടെ. ഇത് കടുക് പൊട്ടി തുടങ്ങി. ദേഹത്തോട്ടൊക്കെ തെറിക്കുന്നു. മാറിക്കിട്ടെ. പെട്ടെന്ന് പൊട്ട്, എന്നിട്ട് ബാക്കി റെഡി ഇടേണ്ടത്. ഉണ്ട്, പൊട്ടി തീരാറായി. ഞാൻ ബാക്കി സാധനമൊക്കെ എടുത്ത് വേട്ടെ. ഇനി മീന്, ഉള്ളി എടുത്ത് വേട്ട. അങ്ങോട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. ബാക്കി എടുത്ത് വേട്ടെ. ആദ്യം എടുത്തിടാം ഇതെല്ലാം കൂടെ. കടുക് കൂട്ടിയേ. ഇനിയേ ഇതെല്ലാം കൂടെ എടുത്തിട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതേതാണ് എടുത്തിടാം. ദേഹത്തോടൊക്കെ തെറിക്കുന്നത്. എൻ്റെ കയ്യായിട്ട് വന്നു പോകുന്നത് എണ്ണ തെറിച്ച്. ഇനി രണ്ട് ഉള്ളി, ഇട്ടു. ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഓക്കെ, ഇനി കറിവേപ്പില ഇടട്ടെ. എൻ്റെ കറിവേപ്പില 4 എണ്ണം ഇതൂടെ എടുത്ത് തരട്ടെ.
കറിവേപ്പില അത് വേട്ടെ. ഇനി ഇതിലൂടെ നിളക്കട്ടെ. ഓക്കെ, അത് വേട്ട്. അടുത്തത് മത്തി. മത്തി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഉണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. 1 കിലോ വാങ്ങിച്ചത്. കുറച്ചിനടുത്ത് ഞാൻ വറുത്ത്. ഇത് വലുതുണ്ടായിരുന്നു, ചെറുതെല്ലാം എടുത്ത്. ഓക്കെ, ഇതാണ്ട് 2-3 പീസ് അവിടെ ഇരിക്കുന്നു. മത്തി ഇട്ടു. ഇനി അടുത്തത് തേങ്ങാപ്പീര കൊണ്ട് എടുത്തത് കേട്ടെ. തേങ്ങാപ്പീരയുണ്ട്, മാങ്ങ. അങ്ങനെ തേങ്ങാപ്പീരയും മാങ്ങ. ഇതോടെ കൊണ്ടുപോയിട്ടെ. ഇതും കൂട്ടി ഇന്നത്തെ കഴിപ്പ്. മത്തി നല്ലോണം തേങ്ങാപ്പീരയും മാങ്ങയിട്ട് പരിചയം കൂട്ടാം. തേങ്ങാപ്പീര അല്ല, ഇത് മാങ്ങ. മാങ്ങ ഇട്ടു. ഇച്ചിരി ഇരിപ്പുണ്ട്, അതുകൂടെ ഇട്ടെ. കണ്ടോ, അത് വിട്ടു. ഇനി തേങ്ങാപ്പീര ഇട്ടെ. ഇങ്ങോട്ട് വെച്ചിട്ട് പാകത്തിനെടുത്തിടാം. പോരെങ്കിൽ കുറച്ചുകൂടെ പിന്നെ എടുത്തിടാം. ഇച്ചിരി കേട്ടെ. കാരണം വലിയൊരു തേങ്ങയായിരുന്നേ. എനിക്കത് ഇത്രയും തേങ്ങാപ്പീര വേണ്ടി വരത്തില്ല. ഓക്കെ, തേങ്ങാപ്പീര ഇട്ടു. ഇതിവിടെ ഇരിക്കട്ടെ. അതിന് കൈയും കഴിയട്ടെ. തേങ്ങാപ്പീര ഓക്കെ. പാത്രം മാറ്റട്ടെ. ഇനി അടുത്തത് പാകത്തിന് ഉപ്പ് ഇടണം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ അത് ഇട്ടെ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഉപ്പ് ഇട്ടു, അവിടെ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതെല്ലാം നല്ലോണം ഇളക്കട്ടെ. വെള്ളം പോലെ ഒരു ശകലം വെള്ളം കൂടെ ഒഴിക്കാം. ഉണ്ടോ? അതോട്ട് തേങ്ങാപ്പിരിച്ച് പോയി. മതി, തേങ്ങാപ്പീര ഇത്രയും മതി, പാകത്തിനുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ. ശകലം വെള്ളം ഒഴിക്കട്ടെ. വെള്ളം എടുത്തോണ്ട് വരട്ടെ. ഇനി എൻ്റെ പാകത്തിന് വെള്ളം, ഇത്രയും വെള്ളം ഒഴിച്ചേക്കാം. പരിചെടുക്കാൻ എന്നിട്ട്. ഓക്കെ, ഇനി നല്ലോണം നടക്കട്ടെ. വെള്ളമായി. അല്ലേ, മാങ്ങയ്ക്കിട്ട് നല്ലോണം ഇളക്കി. ഇതും കൂട്ടിയായിരുന്നു ഉച്ചക്കത്തെ കഴിപ്പ്. മീൻ പറ്റിച്ചത് ഇവിടെ ഇരിക്കട്ടെ. സാലാഡ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഈ ഒരല്പം കൂട്ടി വെച്ചേക്കാം. ആവട്ടെ. ഓക്കെ, അത് മതി. ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. മീനെ മൂടി വെച്ചു. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. എന്നിട്ട് ഈ മല്ലിയിലയും കൂടെ ഇടാം. കേട്ടോ, അവിടെ ഇരിക്കട്ടെ. ഞാനേ അപ്പോഴത്തേക്കും രാവിലത്തെ ഇച്ചിരി പഴങ്കഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം മീൻ കറി അതെ, മീൻ്റെ ചാറില്ലേ, മീൻ്റെ ചാറും ഇച്ചിരി മോരുമായിട്ട് ഇളക്കി വെച്ചിരിക്കുക കഴിക്കാൻ വേണ്ടി. ഇനി കഴിക്കട്ടെ. അതെ, കണ്ടോ, മോരുമൊക്കെ ഇട്ട്. അത് വേകുമ്പോഴത്തേക്കെ ഇതും കഴിയാം.
ഓക്കെ. പഴങ്കഞ്ഞി കുടിച്ച് കഴിഞ്ഞു. ഇനിയേ പാത്രം കൊണ്ട് അവിടെ വെച്ചിട്ട് ഒഴിക്കട്ടെ. ആ മീനെ തുറന്ന് നോക്കിയിട്ട് വന്ന് ഈ പാത്രമെല്ലാം കഴുകി വെക്കണം. തുറക്കട്ടെ. അയ്യോ, ഇത്രയും വെള്ളമായി, ഒത്തിരി വെള്ളമായി. അപ്പോൾ ഈ അടച്ച് വെക്കണ്ട. ഇളക്കി നോക്കട്ടെ. ഒത്തിരി വെള്ളമായില്ല കേട്ടോ, ആ സൈഡിൽ വന്ന് കിടന്ന. ഇനിയേ ഞാനേ ഈ മല്ലിയിലയും കൂടെ എടുത്തിട്ടെ, എന്നിട്ട് ശകലം അവിടെ വേവിച്ചിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. മല്ലിയിലയും കൂടെ ഇട്ടെ. മല്ലിയിലെല്ലാം അരിഞ്ഞ് റെഡിയാക്കി കണ്ടേ. ഇത് കേട്ടെ. ശരി, എല്ലാവരും ഒന്നും ഇടത്തില്ല കേട്ടോ, പക്ഷെ ഞാനിടും എല്ലാത്തിലും. ചില മെഴുക്കോട്ടി ആയാലും തോരലാണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും മീൻ കറി എല്ലാത്തിലും ഇടും ഞാൻ മല്ലിയില. എനിക്ക് ശകലം വേണം, അതിനൊരു ചെറിയൊരു രുചി വേണം എനിക്ക്. ചിലരൊന്നും ഇടത്തില്ല, ഞാൻ കൂടുതലാളുകൾ ഇടുന്ന കണ്ടിട്ടില്ല ഈ മീൻ പറ്റിക്കുന്നതിനകത്തൊക്കെ. ഒരുപാടൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇട്ട് ഇളക്കാൻ പറ്റത്തില്ല, മീൻ പൊടിച്ചു പോകും. ഇതാകുമ്പോൾ ചെറുതായിട്ട് വെന്തിട്ടുള്ളൂ. അതങ്ങിട്ട് ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ശകലം കൂടെ നല്ലോണം മാങ്ങയ്ക്ക് ഇട്ട് പറ്റിച്ച തേങ്ങാപ്പേരൊക്കെ ഇട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി മത്തി പറ്റിച്ചതേ വെന്ത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഇളക്കിയേക്കും, പൊടിയാതെ. ഉപ്പും എല്ലാം പാകത്തിന്, ഉപ്പും പുളിയെല്ലാം. എന്തായാലും എൻ്റെ മത്തി പച്ചമാങ്ങയും നല്ല തേങ്ങാപ്പീരയൊക്കെ ഇട്ട് പറ്റിച്ച വീഡിയോ ഒന്ന് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ് മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. വീഡിയോ നിർത്തുവാണേ.